ന്യായാധിപന്മാർ 16-ാം അധ്യായം 1 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. സാംസൺ ഗാസയിലേക്ക് പോയി. അവിടെ ഒരു സുരണിയെ കണ്ടുമുട്ടി അവളോട് കൂടി ശയിച്ചു. സാംസൺ അവിടെ വന്നിട്ടുണ്ടെന്ന് ഗാസ നിവാസികൾ അറിഞ്ഞു. അവർ അവിടം വളഞ്ഞു. രാത്രി മുഴുവൻ പട്ടണവാദികൾ പതിയിരുന്നു. പ്രഭാതം വരെ കാത്തിരിക്കാം, രാവിലെ അവനെ നമുക്ക് കൊല്ലാമെന്ന് പറഞ്ഞ് രാത്രി മുഴുവൻ നിശ്ചലരായിരുന്നു. എന്നാൽ സാംസൺ പാതിരാ വരെ കിടന്നു. പിന്നെ എഴുന്നേറ്റ് പട്ടണ പടിപ്പുരയുടെ വാതിൽ കട്ടില കാലോടുകൂടി പറിച്ചെടുത്ത് തോളിൽ വെച്ച് ഹെബ്രാന്റെ മുന്നിലുള്ള മലമുകളിലേക്ക് പോയി. അതിനുശേഷം സോറയ്ക്ക് താഴ്വരയിലുള്ള ദലീല എന്ന സ്ത്രീയെ അവൻ സ്നേഹിച്ചു. ഫിലിസ്തീനയുടെ നേതാക്കന്മാർ അവളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, സാംസനെ നീ വശീകരിക്കണം. അവന്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും മനസ്സിലാക്കണം. ഞങ്ങൾ ഓരോരുത്തരും നിനക്ക് 1100 വെള്ളി നാണയം തരാം. ദലീല സാംസനോട് പറഞ്ഞു, നിന്റെ ഈ വലിയ ശക്തിയെല്ലാം എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും നിന്നെ എങ്ങനെ ബന്ധിച്ച് കീഴടക്കാമെന്നും ദയവായി എന്നോട് പറയുക. സാംസൺ മറുപടി പറഞ്ഞു, ഉണങ്ങാത്ത പുതിയ 7 ഞാണുകൊണ്ട് ബന്ധിച്ചാൽ എൻ്റെ ശക്തി കുറഞ്ഞ് ഞാൻ മറ്റു മനുഷ്യരെ പോലെ ആകും. അപ്പോൾ ഫിലിസ്തീയ പ്രഭുക്കന്മാർ ഉണങ്ങാത്ത പുതിയ 7 ഞാണ് കൊണ്ടുവന്നു. ദലീല അവ കൊണ്ട് അവനെ ബന്ധിച്ചു. ഉൾമുറിയിൽ അവൾ ആളുകളെ പതിയിരുത്തിയിരുന്നു. അതിനുശേഷം അവൾ അവനോട് പറഞ്ഞു, സാംസൺ, ഇതാ ഫിലിസ്തീർ നിന്നെ വളഞ്ഞിരിക്കുന്നു. എന്നാൽ അഗ്നി ചണനൂലിനെ എന്ന പോലെ അവൻ ഞാണുകളെ പൊട്ടിച്ചു കളഞ്ഞു. അവന്റെ ശക്തിയുടെ രഹസ്യം പുറത്തായില്ല. ദലീല സാംസനോട് പറഞ്ഞു, നീ എന്നെ കബളിപ്പിച്ചു, എന്നോട് നുണ പറഞ്ഞു. എങ്ങനെ നിന്നെ ബന്ധിക്കാമെന്ന് എന്നോട് പറയുക. അവൻ പറഞ്ഞു, ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറ് കൊണ്ട് ബന്ധിച്ചാൽ ഞാൻ ദുർബലരായി മറ്റാരെയും പോലെയാകും. അപ്പോൾ ദലീല പുതിയ കയറ് കൊണ്ടുവന്ന് അവനെ കെട്ടി. അവനോട് പറഞ്ഞു, സാംസൺ, ഇതാ ഫിലിസ്തീർ വരുന്നു. പതിയിരുന്നവർ അകത്തെ ഒരു മുറിയിലായിരുന്നു. കെട്ടിയിട്ടിരുന്ന കയർ നൂല് പോലെ അവൻ പൊട്ടിച്ചു കളഞ്ഞു. ദലീല സാംസനോട് പറഞ്ഞു, ഇപ്പോഴും നീ എന്നെ കബളിപ്പിച്ചിരിക്കുന്നു. എന്നോട് നീ കളവ് പറഞ്ഞു. നിന്നെ എങ്ങനെ ബന്ധിക്കാമെന്ന് പറയുക. അവൻ പറഞ്ഞു, എൻ്റെ 7 തലമുടി ചുരുളുകൾ എടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്താൽ മറ്റു മനുഷ്യരെ പോലെ ഞാൻ ബലഹീനരാകും. അവൻ ഉറങ്ങുമ്പോൾ ദലീല അവൻ്റെ 7 തലമുടി ചുരുളുകളെടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്തു. അനന്തരം അവനോട് പറഞ്ഞു, സാംസൺ, ഫിലിസ്തീർ നിന്നെ ആക്രമിക്കാൻ വരുന്നു. അവൻ ഉറക്കത്തിൽ നിന്നെഴുന്നേറ്റ് ആണിയും തറിയും പാവും വലിച്ചു പൊളിച്ചു. അവൾ അവനോട് ചോദിച്ചു, നിന്റെ ഹൃദയം എന്നോട് കൂടെയില്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്കെങ്ങനെ പറയാൻ കഴിയും? ഈ 3 പ്രാവശ്യവും നീ എന്നെ അവഹേളിച്ചിരിക്കുന്നു. നിന്റെ അജയശക്തി എവിടെ കുടികൊള്ളുന്നുവെന്നും നീ എന്നോട് പറഞ്ഞിട്ടില്ല. അവൾ ഇങ്ങനെ ദിവസം തോറും നിർബന്ധിച്ചു. ആ അലട്ടൽ മരണത്തിന് തുല്യമായി. അവൻ രഹസ്യം തുറന്നു പറഞ്ഞു, ക്ഷൗരക്കത്തി എൻ്റെ തലയിൽ സ്പർശിച്ചിട്ടില്ല. ജനനം മുതൽ ഞാൻ ദൈവത്തിന് നാശീർവൃതക്കാരനാണ്. മുടി വെട്ടിയാൽ എൻ്റെ ശക്തി നഷ്ടപ്പെട്ട് ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും. അവൻ സത്യം തുറന്നു പറഞ്ഞപ്പോൾ ദലീല ഫിലിസ്തീനയുടെ നേതാക്കളെ വിളിച്ച് പറഞ്ഞു, ഈ പ്രാവശ്യം കൂടി വരിക. അവൻ സകല രഹസ്യങ്ങളും എന്നോട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഫിലിസ്തീനയുടെ നേതാക്കന്മാർ പണവുമായി അവളുടെ അടുത്തെത്തി. അവൾ അവനെ മടിയിൽ കിടത്തി ഉറക്കി.